ഹാലലുയ. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുല്യമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം 17-ാം വാക്യം. മുഖവശം കൂടാതെ ഓരോരുത്തരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്നു വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, മാതാപിതാക്കളെ, നമ്മുടെ പ്രവാസകാലം, നമ്മുടെ ഈ ജീവിതം 70 അല്ലെങ്കിൽ 80, ഒരു മനുഷ്യൻ 80 വർഷം ജീവിച്ചാൽ ഏതാണ്ട് 29,200 ദിവസമേ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സാധിക്കത്തുള്ളൂ. ആ മനുഷ്യൻ്റെ പ്രവാസ ജീവിതം നാം ഭയത്തോടെ, പ്രത്യേകിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് അഭിഷേകത്താൽ ജീവിക്കുന്ന വ്യക്തി ജീവിതമേ നമ്മുടെ ജീവിതം, മുഴുവൻ മനുഷ്യരുടെയും ജീവിതം ഒരു പ്രവാസ ജീവിതമാണ്. ആ പ്രവാസ ജീവിതം നാം ഭയത്തോടെ നാം ജീവിക്കുവാൻ സാധിച്ചാൽ നിത്യ രാജ്യത്ത് നമുക്ക് പോകുവാൻ സാധിക്കും. മുഖവശം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. അപ്പോൾ നമ്മുടെ ദൈവം മുഖവശമില്ലാതെ, പിതാവായ ദൈവം ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. മഹാദൈവമേ, സ്വർഗപിതാവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ എല്ലാ ശക്തികൾ മാറട്ടെ. ഹബോനോ ലോക്കോസീഥോ റഹസ്യ കഥാവി ജനത്തിൻ്റെ മേൽ ഇടപെടണം. ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. തൻ്റെ പ്രവാസകാലം ജീവിതം ഭയത്തോടെ ജീവിക്കുവാൻ അവിടുന്ന് ജനത്തിന് കൃപ നൽകണം, സഹായിക്കണം. വചനമായി നിൽക്കുമ്പോൾ അടിയനെ താഴ്ത്തും, ജനത്തോട് ഇടപെടണം. സ്തോത്രപ്പ, യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ഈ പ്രവാസകാലം നാം ഭയത്തോടെ ജീവിക്കണം. എന്നാൽ നമ്മെ വീണ്ടെടുത്ത ദൈവം വെറുതെ നമ്മെ വീണ്ടെടുത്തതല്ല, ലോകമനുഷ്യൻ ചെയ്തതുപോലെ വീണ്ടെടുത്തതല്ല. തൻ്റെ അവസാന തുള്ളി രക്തം നമുക്ക് നൽകിക്കൊണ്ട് നമ്മെ വീണ്ടെടുത്തു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രവാസകാലം, നമ്മുടെ രഹസ്യ ജീവിതങ്ങൾ, സ്വകാര്യ ജീവിതങ്ങൾ, അത് വിശുദ്ധമായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം. 1 പത്രോസ് അതിൻ്റെ 1-ന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. പ്രത്വവും പാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടതല്ല, ക്രിസ്തു എന്ന നിർദ്ദേശവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയിക്കപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെടുവാനും ആകുന്നു. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽപ്പിച്ചു. അവന് തേജസ് കൊടുത്തിരിക്കുന്നു. എന്നാൽ സത്യവും അനുസരിക്കിയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവിചാരവും സഹോദരപ്രീതിക്കുമായി നിർമ്മലീകരിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പിൻ. അപ്പോൾ നമ്മുടെ പ്രവാസ ജീവിതത്തിൽ നാം മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും, പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസ ജീവിതത്തിൽ, ഈ ഭൂമിയിലായിരിക്കുന്ന ജീവിതത്തിൽ മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും, നാം നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവരും നമ്മെ ശുദ്ധീകരിക്കുന്നവരുമായി നമുക്ക് മാറുവാൻ സാധിക്കണം. ഇന്ന് അനേക ആത്മീയ കൂട്ടായ്മകളിൽ ആരാധിക്കുന്ന ജനങ്ങൾ, മദ്യപിക്കുന്ന ജനങ്ങളെ ഞാൻ കാണുവാനിട വന്നു. പല രാജ്യങ്ങൾ, ഗൾഫിൻ്റെ മേഖലകൾ കർത്താവിൻ്റെ വേലയായി കടന്നു പോകുമ്പോഴും പല രാജ്യങ്ങളിലും അനുഭവപ്പെടുവാനിട വന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ജനങ്ങൾ പോലും ഇന്ന് മദ്യപിക്കുന്ന ഒരു സംഘമായി മാറുകയാണ്.
പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ഈ മദ്യത്തിൽ അകപ്പെടുവാൻ കാരണം അവരുടെ കൂട്ടുകെട്ടാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ വ്യക്തി ജീവിതമേ, നമ്മുടെ കൂട്ടുകെട്ടുകൾ നല്ലതായിരിക്കണം. നാം മദ്യപിക്കുന്നവൻ്റെ കൂടെ കൂട്ടുകൂടിയാൽ, നാം ചിലതിന് നോ പറഞ്ഞില്ലെങ്കിൽ, ചിലത് ഇല്ല എന്ന് പറഞ്ഞില്ലെങ്കിൽ, നാം അവൻ്റെ സ്വഭാവം പിടിക്കുവാനും നാം മദ്യത്തിന് അടിമപ്പെടുവാനും മറ്റ് ലഹരി പദാർത്ഥത്തിനും അടിമപ്പെടുവാനും ഇടവരും. അതാണ് സങ്കീർത്തനം 1 ദാവീദ് പറഞ്ഞത്, ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലും ഇരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവർ ഭാഗ്യവാൻ. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ, അവിടുത്തെ പുസ്തകത്തെ നാം രാവും പകലും ധ്യാനിക്കുമ്പോൾ നിശ്ചയമായി നമ്മെ വിടിവിക്കുന്ന ഒരു ദൈവീക കരുതലിനെ കാണുവാൻ സാധിക്കും. ഇന്ന് അനേക ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന പുതിയ തലമുറകൾ ദൈവത്തിൻ്റെ വചനത്തിന് വിപരീതമായി ജീവിക്കുന്ന അനുഭവങ്ങൾ വിദേശ രാജ്യങ്ങളിൽ കാണുവാനിടവന്നു. അവർ മദ്യപിക്കുന്നതായി ഒരിക്കൽ 3 സഹോദരന്മാരെ കാണുവാനിടവന്നു. 2 പേര് വർഷിപ്പ് ലീഡറാണ്, ഒരാൾ സഭയിലെ ഒരു അംഗമാണ് ആക്റ്റീവായിട്ടുള്ളത്. എന്നാൽ അവർ മദ്യപിക്കുന്നത് കാണുവാനിടവന്നു. ഞാൻ ഉപദേശിച്ചു, അത് പാസ്റ്റർ അല്പമൊക്കെ മദ്യപിക്കുന്നുള്ളൂ. എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ഈ പ്രവാസകാലം നാം ഭയത്തോടെ ജീവിച്ചെങ്കിൽ, നാം ദൈവത്തെ ഭയത്തോടെ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയിൽ പോകുവാൻ സാധിക്കത്തുള്ളൂ. അതിൻ്റെ 13, 14, 15 വാക്യങ്ങൾ. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മധനമായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊണ്ട് പണ്ട് നിങ്ങളുടെ ആജ്ഞകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ. അപ്പോൾ പണ്ട് നാം ക്രിസ്തുവിനെ അറിയുന്നതിന് മുന്നേ നമ്മുടെ ജീവിതത്തിൽ ചില മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, ജഡചിന്തനകളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നാം ഉപേക്ഷിക്കുവാൻ തീരുമാനമെടുക്കണം. നാം രഹസ്യത്തിൽ ചെയ്യുന്ന പാപങ്ങൾ അറിയുന്ന ദൈവം. നമ്മുടെ കൂട്ടുകെട്ടുകൾ മദ്യപിക്കുന്നവരോട് കൂടല്ല, ദൈവസ്നേഹമുള്ളവരോടുകൂടി നല്ല കൂട്ടുകെട്ട് നമുക്ക് കൂടുവാൻ സാധിക്കണം. മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധീകരിപ്പിൻ. അപ്പം നമ്മെ വിളിച്ചവൻ്റെ വിളിച്ചവൻ്റെ മനോഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അപ്പം നാം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധന്മാരാകുവിൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധനായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പം നാം ദൈവത്തിൻ്റെ വചനത്തെ നാം ധ്യാനിക്കുന്നവരായി, കർത്താവിനെ ഫോളോ ചെയ്യുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. ഫിലിപ്പിയർക്ക് 2:5 ക്രിസ്തു യേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത ആ ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമ്മുടെ പ്രവാസകാലം, നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതം നാം ഭയത്തോടെ ജീവിക്കുവാൻ, അതേ നാം രക്ഷിക്കപ്പെട്ട് ശാനപ്പെട്ട് നാം പുതിയ സൃഷ്ടിയായപ്പോൾ നാം പഴയതെല്ലാം വിട്ടുകൊണ്ട് നാം പുതു സൃഷ്ടിയായി. നാം മദ്യപിക്കുന്ന വ്യക്തിയായിരുന്നു ഒരു കാലത്ത്. എന്നാൽ നാം പുതുജീവിതത്തിൽ പുതിയ വ്യക്തിയായപ്പോൾ വീണ്ടും നാം മദ്യപിക്കുന്ന രീതിയിലേക്ക് കടന്നുപോയാൽ നമ്മുടെ ജീവിതം, നിത്യത അത് നഷ്ടപ്പെടുവാനിടവരും. അതേ ഗലാത്യർ 5:20, 21, 22 വാക്യങ്ങൾ. അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആവിചാരം, പക, പിണക്കം, ജാരഘോഷം, ക്രോധം, ശാഠ്യം, ദന്തവശം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ വെളിപ്പെടുന്ന ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. അപ്പോൾ മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കത്തില്ല, മദ്യപിക്കുന്നവർ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ലെന്ന് ഗലാത്യ ലേഖനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആഴമായി സംസാരിക്കുകയാണ്. മുൻകൂട്ടി പറഞ്ഞു, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജീവൻ. ഇവയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല.
ക്രിസ്തു യേശുവിലുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. അപ്പോൾ നാം ആത്മാവിൽ ജീവിക്കുന്നുവെങ്കിൽ നാം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായി മാറുവാൻ സാധിക്കണം. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങളുടെ ജഡത്തിൻ്റെ മോഹങ്ങളെ നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. അപ്പം പരിശുദ്ധാത്മാവിനെ നാം അനുസരിച്ച് നടക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. അല്ലെങ്കിൽ മുഖവശമില്ലാതെ ന്യായം വിധിക്കുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവുണ്ട്. നിശ്ചയമായി നാം ന്യായം വിധിക്കുമ്പോൾ ലജ്ജിക്കുവാനിടവരും. മുഖവശം കൂടാതെ ഓരോത്തിൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. ഇന്ന് നമ്മുടെ പ്രവാസത്തിലിരിക്കുന്ന അനേക പ്രവാസികളായ കർത്താവിൻ്റെ ദാസന്മാർ, സഹോദരന്മാർ, സഹോദരിമാരുണ്ട്. നമ്മുടെ ഈ പ്രവാസകാലം നാം ഗൾഫിലായിരിക്കുമ്പോൾ, അമേരിക്കയിലായിരിക്കുമ്പോൾ, UK എവിടെ ആയിക്കൊള്ളട്ടെ, നമ്മെ അറിയുന്ന ഒരു ദൈവം, നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും അറിയുന്ന ഒരു ദൈവം. ആ ദൈവത്തിനു മുന്നിൽ യാതൊന്നും മറയ്ക്കുവാൻ സാധ്യതയില്ല. സകലതും നഗ്നതും മലന്നുമായി കിടക്കുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ പ്രവാസകാലം ഭയത്തോടെ ജീവിക്കുവാൻ നിനക്ക് കൃപ നൽകട്ടെ. മുഖവശം കൂടാതെ ഓരോത്തിൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. അപ്പോൾ നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിക്കുവാൻ, ഭയത്തോടെ ജീവിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഈ വചനമുഖാന്തരം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, കേട്ട വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ, പ്രവാസ ജീവിതത്തിൽ കുറവുകളുണ്ട്. അപ്പോൾ അവിടുന്ന് ശുദ്ധീകരിക്കണമേ. അങ്ങ് വിശുദ്ധനായി ജീവിക്കുന്നത് പോലെ ഞങ്ങളും വിശുദ്ധനായി ജീവിക്കുവാൻ അവിടുന്ന് കൃപ നൽകണമേ. കേട്ട വചനങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലം കൈകട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. ഈ വചനമുഖാന്തരം ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.